വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ നേതൃത്വവും തമ്മിലുള്ള പോര് കനക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന വെടിനിർത്തൽ ചർച്ചകളും നയതന്ത്ര നീക്കവും ഫലം കാണാതെ വന്നതോടെ ട്രംപ് തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറുകൾ ഇപ്പോൾ ലൈഫ് സപ്പോർട്ടിലാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയൊരു സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നത്. ഇറാൻ നേതൃത്വത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കാര്യത്തിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കർശന ഉപാധികൾ അംഗീകരിക്കാൻ ഇറാന്റെ ഉന്നത അധികാരികൾ തയ്യാറാകാത്തത് ഒരു ഡെഡ് ലോക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്ത പക്ഷം നയതന്ത്ര മാർഗങ്ങൾ അടയുമെന്ന ബോധ്യം ട്രംപ് ഭരണകൂടത്തിനുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ തർക്ക വിഷയമായി തുടരുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ള ഫ്ലാഷ് പോയിന്റായി ഹോർമൂസ് മാറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു പ്രകോപനം പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടിവരില്ലെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപ് ഭരണകൂടത്തിനുള്ളിലും ഇറാനെതിരെയുള്ള നീക്കങ്ങളെക്കുറിച്ച് ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ സൈനിക ആക്രമണങ്ങൾ നടത്തണമെന്നും സാമ്പത്തിക ഉപരോധത്തെക്കാൾ സൈനിക സമ്മർദ്ദമാണ് ഇനി വേണ്ടതെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ അഥവാ കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക മറുവശത്തുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ പങ്ക് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ ഇറാനിലേക്ക് കൃത്യമായി കൈമാറുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നുണ്ടോ എന്ന സംശയം അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കുണ്ട്. മധ്യസ്ഥൻ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് അമേരിക്ക. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആണവ വിട്ടുവീഴ്ചകൾ അംഗീകരിക്കാത്ത ഇറാനുമായി ഇനി കൂടുതൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന തോന്നൽ ട്രംപിനുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഇറാനെ തളയ്ക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അമേരിക്കയെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുകയാണ്. ഇത് മേഖലയിലെ സൈനിക വിന്യാസത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അവിടുത്തെ കടുത്ത യാഥാസ്ഥിതിക വിഭാഗം അമേരിക്കയുമായുള്ള ഒരു കരാറിനും അനുകൂലമല്ലെന്ന് കാണാം. ആണവക്കരുത്ത് വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നാണ് അവരുടെ വാദം. ഇത് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചർച്ചാശേഷിയെ ദുർബലപ്പെടുത്തുന്നു. ആഭ്യന്തരമായ ഈ വടംവലി കാരണം അമേരിക്കയുമായി ഒരു ധാരണയിലെത്താൻ ഇറാന് സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങളും ഫലം കാണുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ട്രംപിന്റെ മാക്സിമം പ്രഷർ തന്ത്രത്തോട് അവർക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല. അതേസമയം റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാൻ ഉണ്ടാകുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ്. ആഗോള ശക്തികൾക്കിടയിലെ ഈ ചേരിതിരിവ് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. യുദ്ധഭീതി വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു സംഘർഷമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ എണ്ണ നീക്കം തടസ്സപ്പെടുകയും അത് ലോകരാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളും അമേരിക്കയെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇറാഖിലും സിറിയയിലും ലെബനനിലും ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇതിനായി പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കണോ അതോ നേരിട്ട് ഇറാന് നേരെ തിരിയണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്കിടയിൽ ചർച്ചകൾ നടക്കുന്നു. ഏത് നീക്കവും വലിയൊരു തിരിച്ചടിക്ക് കാരണമായേക്കാം. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എല്ലായ്പ്പോഴും പ്രവചനാതീതമാണ്. അദ്ദേഹം ഒരു വശത്ത് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോൾ തന്നെ മറുവശത്ത് കടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്നു.
ബുൾഷിറ്റ് അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ ആക്രോശം ഇറാൻ നേതൃത്വത്തെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ചർച്ചയിൽ മേൽക്കൈ നേടാനോ ഉള്ള തന്ത്രമായിരിക്കാം. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം വർദ്ധിച്ചാൽ അദ്ദേഹം സൈനിക നടപടിക്ക് മടിക്കില്ല എന്ന് തന്നെയാണ് സൂചന. അമേരിക്കൻ സേനയുടെ പശ്ചിമേഷ്യയിലെ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചത് യുദ്ധത്തിനുള്ള ഒരുക്കമായിട്ടാണ് പലരും കാണുന്നത്. വിമാനവാഹിനി കപ്പലുകളും ബോംബർ വിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ചെറിയ ആക്രമണത്തിനും വലിയ തിരിച്ചടി നൽകാനാണ് അമേരിക്കയുടെ പദ്ധതി. സൈനിക താവളങ്ങൾ ഇപ്പോൾ ഹൈ അലേർട്ടിലാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും കടുത്തതാണ്. തങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിസൈൽ കരുത്തിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ സുരക്ഷയെയും ബാധിക്കും. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടും നിർണായകമാണ്. സൗദി അറേബ്യയും UAEയും ഇറാൻ ഭീഷണി നേരിടാൻ അമേരിക്കയുടെ സഹായം തേടുന്നുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് ഈ രാജ്യങ്ങൾ പിന്തുണ നൽകിയേക്കാം. ഇത് പശ്ചിമേഷ്യയെ രണ്ട് പക്ഷങ്ങളിലായി തിരിക്കുകയും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിടുകയും ചെയ്യും. മധ്യസ്ഥ ചർച്ചകളിൽ പാകിസ്ഥാന് പുറമെ മറ്റു രാജ്യങ്ങളും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ കർക്കശ നിലപാടുകൾ അവർക്ക് തടസ്സമാകുന്നു. ഇറാൻ ആദ്യ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്ന ഉപാധിയിൽ മാറ്റമില്ലെന്ന് അമേരിക്ക ആവർത്തിക്കുന്നു. എന്നാൽ ഉപരോധങ്ങൾ നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാനും വാശി പിടിക്കുന്നു. ഈ പിടിവാശികൾക്കിടയിൽ സമാധാനം എന്നത് ഒരകലെയുള്ള സ്വപ്നം മാത്രമായി മാറുകയാണ്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിലും ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്നത് തെറ്റാണെന്ന് ഡെമോക്രാറ്റുകൾ വാദിക്കുന്നു. സൈനിക നടപടിക്ക് മുൻപ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. നയതന്ത്രത്തിന്റെ വാതിലുകൾ പാതി അടഞ്ഞു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് സൈനിക സമ്മർദ്ദത്തിന്റെ വഴികളാണോ എന്ന് ലോകം ഭയത്തോടെ നോക്കുന്നു. പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകൾ കൊണ്ട് നിറയുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. യുദ്ധം ആർക്കും ഗുണകരമല്ലെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അധികാര രാഷ്ട്രീയവും സങ്കുചിത താല്പര്യങ്ങളും പലപ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കാറുണ്ട്. ഇറാൻ അമേരിക്ക പ്രതിസന്ധിയിൽ ഒരു ശുഭസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. എന്നാൽ നിലവിലെ സാഹചര്യം അതിന് ഒട്ടും അനുകൂലമല്ല. ട്രംപിന്റെ ഫയറി പ്രസംഗങ്ങളും ഇറാന്റെ വെല്ലുവിളികളും അവസാനിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. സമാധാനം ലൈഫ് സപ്പോർട്ടിൽ തുടരുമ്പോൾ ഏത് നിമിഷവും അത് നിലച്ചു പോകാം എന്ന അവസ്ഥയിലാണ് മിഡിൽ ഈസ്റ്റ്. ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരു വലിയ സ്ഫോടനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഘർഷം ഒഴിവാക്കാൻ ഇനിയെങ്കിലും ലോകരാജ്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിത്തറകളെ പിടിച്ചുലയ്ക്കും. അമേരിക്കയും ഇറാനും ആ സംയമനം പാലിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിലുള്ള ഏക ചോദ്യം.